വിജയത്തിന് ഒരേ ഒരു അടിസ്ഥാന നിയമമേ ഉള്ളൂ, അത് പരിശ്രമമാണ്. അതെ, നിരന്തരമായ പ്രയത്നം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പരാജയത്തിന് നിങ്ങളെ തൊടാൻ പോലും ആവില്ല. ഈ സത്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ തളരാതെ പരിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ? നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളില്ലേ, അവ വെറും സ്വപ്നങ്ങളായിട്ട് അങ്ങ് ഒടുങ്ങില്ല. അവ പതിയെ പതിയെ വ്യക്തമായ പദ്ധതികളായി മാറും. കാലം ചെല്ലുമ്പോൾ ആ പദ്ധതികൾ നിങ്ങളുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമായി പൂവണിയും. പക്ഷേ കഠിനാധ്വാനം മാത്രം പോരാ, ആ യാത്രയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനായി കാത്തു സൂക്ഷിക്കേണ്ട പവിത്രമായ 3 രഹസ്യങ്ങളുണ്ട്. അറിയാതെ പോലും ഈ രഹസ്യങ്ങൾ നിങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നേക്കാം. അതിൽ ആദ്യത്തെ രഹസ്യം നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ്. ഓരോരുത്തരുടെയും വേദനയിൽ അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ശക്തിയെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെ ആദ്യത്തെ നിയമം ഇതാണ്: ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ വേദനകൾ അത് എത്ര വലുതാണെങ്കിലും ശരി, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണിത്. നോക്കൂ, നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വേദന മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താകും? കുറച്ച് സഹതാപം, ചിലപ്പോൾ പരിഹാസം. അത് നിങ്ങളുടെ വഴിയിൽ പുതിയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ വഴി, ആ വേദനയെ ഉള്ളിൽ ഒതുക്കി ഒരു ശക്തിയാക്കി മാറ്റുക. അപ്പോൾ അത് നിങ്ങളുടെ ആത്മബലമായി മാറും, ലക്ഷ്യബോധം നൽകും, ഒടുവിൽ നിങ്ങളെ വിജയത്തിലേക്ക് തന്നെ എത്തിക്കും. നിങ്ങളുടെ വേദനകൾ പുറത്തു പറയുന്നത് എന്തിനാണ് അപകടകരം എന്നറിയാമോ? കാരണം അത് കേൾക്കുന്ന ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണാൻ തുടങ്ങും. നിങ്ങളുടെ വേദനയെ അവർ കളിയാക്കിയെന്ന് വരാം. എപ്പോഴും ഓർക്കുക, നിങ്ങളോട് സഹതപിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ വേദന കണ്ട് ഉള്ളിൽ സന്തോഷിക്കുന്നവരായിരിക്കും ചുറ്റുമുള്ളത്. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ വേദന നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും പവിത്രമായ ഇന്ധനമാണ്. അത് മറ്റുള്ളവർക്ക് ഒരു വിനോദമായി പാഴാക്കി കളയരുത്. അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക. ഇനി നമുക്ക് രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. നിശബ്ദമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ലക്ഷ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അപാരമായ ശക്തിയെക്കുറിച്ചാണ്. രണ്ടാമത്തെ നിയമം ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അമൂല്യമാണ്. അതിനെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങളെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ടാണ് നിശബ്ദതയ്ക്ക് ഇവിടെ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് അവർക്ക് നിങ്ങളെ വഴിതെറ്റിക്കാനോ നിങ്ങളുടെ വഴി തടയാനുള്ള ഒരു വഴികാട്ടി കൊടുക്കുന്നത് പോലെയാണ്. അവർ നിങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകും, നിങ്ങളുടെ യാത്രയിൽ പുതിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ വാക്കുകളല്ല സംസാരിക്കേണ്ടത്, നിങ്ങളുടെ പ്രവൃത്തികളാണ് ലോകത്തോട് മറുപടി പറയേണ്ടത്. അതാകട്ടെ നിങ്ങളുടെ ഒരേയൊരു പ്രഖ്യാപനം. യഥാർത്ഥ മുന്നേറ്റം വരുന്നത് നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിൽ നിന്നാണ്. ഭാഗ്യം കൊണ്ടോ മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ കൊണ്ടോ അല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ ഏറ്റവും നിർണായകമായ 3ാമത്തെ രഹസ്യത്തിലേക്ക്, നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ ആ വഴികളെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ച്. ഇതാണ് 3ാമത്തെ നിയമം. നിങ്ങൾ വിജയത്തിലെത്തിയ വഴി ആ വിജയം പോലെ തന്നെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിജയരഹസ്യം മറ്റൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കരുത്. കാരണം നിങ്ങളുടെ വിജയരഹസ്യം പങ്കുവെക്കുന്നത് ഒരു കെണിയിൽ ചെന്ന് വീഴുന്നത് പോലെയാണ്. ആ വഴി പിന്തുടർന്ന് മറ്റൊരാൾ തോറ്റാൽ അവർ നിങ്ങളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ഇനി അവർ വിജയിച്ചാലോ, അതിൻ്റെ ഒരു നല്ല വാക്കുപോലും നിങ്ങൾക്ക് കിട്ടുകയുമില്ല. ഇതുകൂടി ഓർമ്മയിൽ വയ്ക്കുക. ആദ്യത്തെ വിജയം കിട്ടിയെന്ന് കരുതി വിശ്രമിക്കാൻ സമയമായിട്ടില്ല. കാരണം രണ്ടാമത് നിങ്ങൾ ഒന്ന് വീണാൽ അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതായിരുന്നു എന്ന് പറയാൻ ഒരുപാട് പേർ ചുറ്റും കാത്തിരിപ്പുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ വിജയം ഭാഗ്യം കൊണ്ടല്ല, നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഈ 3 രഹസ്യങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ അത് സ്വയം നിയന്ത്രിക്കുന്നതിൻ്റെയും ആന്തരിക ശക്തിയുടെയും ഒരു വലിയ തത്വചിന്തയായി മാറുന്നു. അത് തന്നെയാണ് ജീവിതത്തിന്റെ സാരവും. യഥാർത്ഥ ശക്തി എന്നത് മറ്റുള്ളവരെ കാണിക്കുന്ന ഒന്നല്ല, മറിച്ച് നിശബ്ദതയിലും ഏകാന്തതയിലും നിങ്ങൾ സ്വയം വളർത്തിയെടുക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം മറ്റെവിടെയുമല്ല, അത് നിങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അതിനാൽ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. 1, നിങ്ങളുടെ വേദനയെ ഒരു കവചം പോലെ സംരക്ഷിക്കുക. 2, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുക. 3, നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി
ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഒടുവിൽ ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാം. നിന്റെ ജീവിതകഥയിലെ നായകൻ അത് നീ തന്നെയല്ലേ? നിന്റെ വിധി നിന്റെ കയ്യിലാണ്. ഈ രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് മുന്നോട്ടു പോകൂ. വിജയം നിന്റെ നിഴലായി കൂടെയുണ്ടാകും, തീർച്ച.